ഹായ്, ഞാൻ സുഗന്ധി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിൻ്റെ ബാഗിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയിൽ യൂട്യൂബിൽ ലോങ് വീഡിയോ ചെയ്യാനുള്ള കാരണമേ അതാണ്. ഈ ബാഗാണ് യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് തരണം, അത് എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ ഉപയോഗിക്കേണ്ടത്, അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോയിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച രണ്ട് ടൈപ്പ് മുത്തുണ്ടായിരുന്നു. ഒരു റെയിൻബോ ക്രിസ്റ്റലും അല്ലാതെ ഒരു ബ്ലൂ കളറിലെ ഒരു ക്രിസ്റ്റലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മുത്തിൽ ഞാൻ ബാഗ് ചെയ്തു. ഇതാണ് നമ്മുടെ ബാഗ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇതെൻ്റെ 2 ആഴ്ചത്തെ കഠിനാധ്വാനമാണ് ഈ ബാഗെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ബാഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ക്രിസ്റ്റലുകളൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. കാരണം ഈ ക്രിസ്റ്റലുകളിൽ നല്ല അഴുക്കുണ്ട്. കഴുകുമ്പോൾ നല്ല തിളക്കം കിട്ടും. നമുക്ക് വെള്ളവും ഷാമ്പുവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോഴിത് ഈ മുത്ത് നല്ല തിളക്കം കിട്ടും. ഇതിപ്പോൾ വാഷ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു തുണിയിലിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം. ഇപ്പോൾ തുടച്ചെടുത്തിട്ട് നമുക്ക് ഇത് സ്ട്രിങ് കണക്കാണ് ഇരിക്കുന്നത്. ഈ സ്ട്രിങ്ങിനെല്ലാം പൊട്ടിച്ച് നമുക്ക് മുത്ത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാഗ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇതിപ്പം കഴുകിയത് കൊണ്ടാണ് ഈ ക്രിസ്റ്റൽ ഇത്രയും തിളക്കത്തിൽ കിട്ടിയത്. നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇത്രയും തിളക്കമില്ലായിരുന്നു. അത് കഴുകിയപ്പോൾ അതിന് അഴുക്കെല്ലാം പോയി നല്ല ക്രിസ്റ്റൽ നല്ല തിളക്കമായിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാം. ഹായ്, അപ്പോൾ ക്രിസ്റ്റൽ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഫ്രെയിം വെച്ചിട്ടാണ് ക്രിസ്റ്റൽ ബാഗ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു മെറ്റലിൻ്റെ ഒരു ഫ്രെയിം വേണം. പിന്നെ ഇങ്ങനത്തെ 8 mm മുത്ത് വേണം. പിന്നെ നമുക്ക് കങ്കൂസ് വേണം. നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നീളത്തിന് ആദ്യം എടുക്കണം. അത് തീരുന്നതനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്താണ് നമ്മൾ ബാഗ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രെയിമിൽ ബാഗ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ്. അല്ലാതെ ബാഗ് ഞാൻ ഉണ്ടാക്കി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെതും ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ. ആദ്യം എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നീളത്തിന് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഈ ഫ്രെയിമിൽ ഇങ്ങനെ ഹോളുണ്ട്. ഇത് മൊത്തത്തിൽ 49 ഹോളുണ്ട്. അടക്കി ഇങ്ങനെ തുറക്കും. ഈ തുറക്കുന്ന ആ ഭാഗത്തു നിന്ന് നമുക്ക് കങ്കൂസ് ചുറ്റി എടുക്കാം. ആദ്യം ഫസ്റ്റ് ഹോളിൽ കൂടെ കങ്കൂസ് എടുക്കണം. ഇങ്ങനെ അകത്തുനിന്ന് പുറത്തോട്ട് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അറ്റഭാഗമുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഹോളിൽ കയറ്റി 1, 2, മൂന്നാമത്തേൽ അടുത്തതിടണം. ഒരെണ്ണം വിട്ട് മൂന്നാമത്തേൽ കണ്ടോ, മൂന്നാമത്തേൽ കയറ്റി ഇത് ഈക്വലായിട്ട് ഈ കങ്കൂസ് ഈക്വലായിട്ട് പിടിക്കണം. ഇതിങ്ങനെ ഈക്വലായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഹോളിൽ കൂടെ കയറ്റി ആ ഭാഗത്തുള്ള കങ്കൂസ് എടുത്തിട്ട് ഫസ്റ്റ് 3 മുത്ത് 3 1, 2, 3
പിന്നെ 3 മുത്തിട്ടിട്ട് ലാസ്റ്റ് ഇട്ട 3 മുത്ത് ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ പിടിച്ചിരിക്കണം. ലാസ്റ്റ് ഇട്ട 3ാമത്തെ മുത്ത് അത് ഇപ്പുറത്തെ കങ്കൂസിൻ്റെ ഇത് വെച്ച് ക്രോസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കണം. കണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രോസ് ചെയ്ത് എന്നിട്ട് ഈ ഭാഗത്തുള്ള അതായത് 3ാമത്തെ ഹോളിൽ കയറ്റിയ ആ കങ്കൂസ് സെയിം ഹോളിൽ കൂടെ തന്നെ പുറത്തിറങ്ങണം. സെയിം ഹോളിൽ കൂടെ തന്നെ പുറത്തിറങ്ങണം. 3ാമത്തെ ഹോളിൽ കൂടെ പുറത്തിറങ്ങണം. ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഇനി ഈ പുറത്തിറങ്ങിയ ആ കങ്കൂസ് അതിൻ്റെ എൻഡ് പിടിച്ചിട്ട് അടുത്ത കൗണ്ട് ചെയ്യാം. 1 2 3 ഫസ്റ്റത്തതിൽ കയറി 3ാമത്തേത് 2ാമത്തെ കങ്കൂസ് കയറ്റി 3 മുത്ത് കൊടുത്തു. ആ കയറിയ കങ്കൂസത്തിന് ആ ഹോളിൽ കൂടി തന്നെ നമ്മൾ പുറത്തിറങ്ങി ഇനി അടുത്ത് ചെയ്യേണ്ടത് അത് മുതൽ 1 2 2ാമത്തെ ഹോളിൽ മേളിലോട്ട് വരണം. രണ്ട് ഈ ഇടത് സൈഡുള്ളതിൽ വീണ്ടും 2 മുത്ത്. ഫസ്റ്റ് നമ്മൾ 3 മുത്തിട്ട് പിന്നെ 2 മുത്ത് ഇട്ടിട്ട് ഈ 2ാമത്തെ മുത്തിൽ ക്രോസ് ചെയ്യണം. വേറൊരു മെത്തേഡുണ്ട്, അത് ഞാൻ ഇങ്ങനെയും ചെയ്യാം. ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു, പക്ഷേ അത് റെക്കോർഡായില്ല. തുടക്കത്തിലുള്ളത് കുറച്ച് ഭാഗം കിട്ടി, പിന്നെ റെക്കോർഡായില്ല. പിന്നെ ഞാൻ അത് കണ്ടിന്യൂസ് ചെയ്ത് ആ ഒരു ഭാഗം ഫ്രെയിമിൻ്റെ ഒരു ഭാഗം ഞാനത് ചെയ്തായിരുന്നു. അത് ഇന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ അടുത്ത ഭാഗമുള്ള ഭാഗം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു. ഇന്നലെ ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഞാൻ ഈ ഭാഗം ചെയ്യുന്നത് വീഡിയോ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇത് എങ്ങനെ നിങ്ങൾക്കത് കറക്റ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ സൈഡ് ട്രൈ ചെയ്യാം. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ. ഇന്നലെ കാണിച്ചതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നായിരുന്നു, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇത് കങ്കൂസ് എങ്ങനെയാണ് കൊരുക്കേണ്ടതെന്നുള്ള പറഞ്ഞു തന്നായിരുന്നു. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ 49 ഹോള് വരും. അതിൽ തുടക്കത്തിൽ നമുക്ക് ഇവിടെ ഫസ്റ്റും തേർഡും ഇതിലാണ് ഇത് കയറ്റാനുള്ളത്, കങ്കൂസ് കയറ്റാനുള്ളത്. എടുക്കുമ്പോൾ കുറച്ച് നീളത്തിന് എടുക്കണം. ഇപ്പം നമ്മൾ 2 പോർഷൻ ചെയ്തായിരുന്നു, 1 2. ഇനി ഈ പുറത്തിറങ്ങിയ കങ്കൂസ് അടുത്ത ഒരു ഹോൾ ഇടവിട്ട് അടുത്ത ഹോളിൽ, ഒരു ഹോൾ കഴിഞ്ഞ് അടുത്ത ഹോളിൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? എനിക്ക് ഇങ്ങനെ വീഡിയോ പിടിച്ച് തരാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടിട്ട് എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്യാമറ വെച്ച് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല. ഇതിപ്പം ഇത്രയും ഭാഗം ചെയ്തായിരുന്നു.
ഇതിലാണ് നമ്മൾ മുത്ത് കൊരുക്കുന്ന കങ്കൂസ്. ഇതിലാണ് ഇത് നമ്മൾ അകത്തുനിന്ന് ഇനി ഒരു ഹോള് കഴിഞ്ഞിട്ട് അടുത്ത ഹോളിലോട്ട് നമ്മൾ കയറി ഇതിങ്ങനെ വലിച്ചിങ്ങെടുക്കണം. വലിച്ചിട്ട് ഇതിൽ നമ്മൾ 2 മുത്ത് കോർക്കും. ഒന്ന് 2. ഈ രണ്ടാമത്തെ മുത്തിൻ്റെ സെയിം ഇത് തന്നെ തിരിച്ചിറങ്ങി ഇതിങ്ങനെ വലിച്ച് ഈ എൻഡിൽ കൊണ്ടുവന്നിട്ട് ഈ അകത്തുനിന്ന് പുറത്തോട്ട് എടുത്ത ഈ ഒരു കങ്കൂസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിനകത്തൂടെ വലിച്ചെടുക്കും. ഇതിനകത്തൂടെ വലിച്ചെടുത്തിട്ട് ഇതുവരെ കൊണ്ടുപോകും. എന്നിട്ട് ഈ നമ്മൾ പുറത്തിറങ്ങിയ ആ കങ്കൂസ് അതേ ഹോളിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങി ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് എടുക്കണം. ഇതൊരു ലോക്കാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ കങ്കൂസ് ജസ്റ്റ് ഒന്നിങ്ങനെ മേളിലോട്ട് വലിക്കണം. അപ്പം ഈ മുത്ത് അവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതൊരു ലോക്കാണ്. ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതുപോലെ ഈ റോ മൊത്തം ഇവിടം വരെ കൊണ്ടുവരണം. ഇവിടം വരെ വന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇത്ര നേരം ഈ ലൈന് കെട്ടി വന്നത് ഈ ഇടത് സൈഡുള്ള വയറിലാണ്. ലാസ്റ്റ് നമ്മളിപ്പം ലാസ്റ്റത്തെ ഹോളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഇത് ചെയ്തതുപോലെ ലാസ്റ്റ് ഹോളിൽ കയറി. പക്ഷേ ഇവിടെ വന്നിട്ട് മുത്തിടുന്നത് ഈ ഇടത് സൈഡല്ല, അപ്പം ഈ വലത് സൈഡ് 2 മുത്തിട്ട് കോർക്കണം. കാരണം ഇനി നമ്മൾ ഇങ്ങോട്ടാണ് ചെയ്തു പോവേണ്ടത്. ഇത്ര നേരം നമ്മൾ ഇങ്ങോട്ടാണ് ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് 2 മുത്ത് ഈ റൈറ്റ് സൈഡിലുള്ള ഇതിൽ ഇടണം. 1 2. നേരത്തെ പോലെ തന്നെ ലോക്കിട്ട് ലോക്കിട്ട് നിർത്തി. ഇനി ചെയ്യേണ്ടത് ഈ ലൈനിൽ, ഇനി മുതൽ ഈ ലൈനിലാണ് നമ്മൾ മുത്തിട്ട് അടുത്ത ലെയർ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ 3 മുത്തിട്ട് കയറണം. നമ്മളിവിടെ 3 മുത്തിട്ട് കയറി, അടുത്തിനി ഇവിടെ 3 മുത്തിട്ട് കയറണം. അടുത്ത ലെയർ 1 2 3. ഇവിടെ നമ്മൾ 3 മുത്തിട്ട് കയറി. ഇനി ഇതുണ്ടല്ലോ, ഈ കങ്കൂസ് ഉണ്ട്, ഈ വരുന്ന മുത്ത്, ഈ മുത്തിൽ, അതായത് ഈ മുത്ത് പോയിട്ട് വരുന്ന അടുത്ത ലെയറിലുള്ള ഈ മുത്തിനകത്തൂടെ നമ്മൾ കയറണം. കയറി വലിച്ചെടുത്ത് ഇനി ഇതിൽ 2 മുത്തിട്ട് ഇത് മൊത്തത്തിൽ ഇവിടം വരെ 2 മുത്തിട്ട് കയറണം. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും 3 മുത്തിട്ട് വീണ്ടും ലെയർ ഇങ്ങോട്ട് വരും. പിന്നെ അങ്ങനെ ഇതുപോലെ 15 എണ്ണം, 15 ലെയർ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 ലെയർ ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി വരണം. ഇനി അത്രയും കെട്ടിയിട്ട് നമുക്ക് അടുത്ത് കാണാം. അങ്ങനെ നമ്മൾ 15 ലെയറും കെട്ടിയെടുത്തിട്ടുണ്ട്. 2 വശവും 15 ലെയർ വെച്ച് നമ്മൾ 2 സൈഡും കെട്ടിയെടുത്തിട്ടുണ്ട്.
വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതിൻ്റെ കൗണ്ടൊക്കെ കറക്റ്റായിരിക്കണം. എവിടെയെങ്കിലും ഒരു മുത്തിൻ്റെ എണ്ണം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കെട്ടിയത് വെറുതെ ഫുൾ അഴിക്കേണ്ടി വരും. എനിക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു പണി കിട്ടി. അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് തുടക്കത്തിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്നാലും ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല മനസ്സിലായവർ ഇത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഫ്രെയിമിൽ ചെയ്യാതെ ഞാൻ ആദ്യം ചെയ്തതുപോലെ നിങ്ങൾ ഫ്രെയിം അല്ലാതെ മുത്തും ഇതും കങ്കൂസ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ബാഗ് ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ രണ്ട് സൈഡും കെട്ടിയെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡ് നമുക്ക് കെട്ടിയെടുക്കണം. ഈ സൈഡ് കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അത് ശ്രദ്ധിച്ച് കണ്ടാലും അത് എന്താണ് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് കേട്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം എനിക്കത് നല്ലതുപോലെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അടുത്ത് വരുന്ന വീഡിയോ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാലേ നിങ്ങൾക്ക് ഈ സൈഡും ഈ ബോട്ടവും ചെയ്യുന്നത് നല്ലപോലെ മനസ്സിലാവുള്ളൂ. ഇപ്പം തന്നെ സമയം 1:30 മണിയായി. ഒരുപാട് രാത്രിയായി. നാളെ ഇനി മോളെ സ്കൂളിൽ വിടണം. അപ്പോൾ അതിൻ്റേതൊക്കെ തിരക്കുണ്ട്. ഇപ്പം ചെയ്യാൻ പറ്റിയത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത സൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. ബാഗിൻ്റെ ഏകദേശം ഇത്രയും ഫിനിഷിംഗ് ആയിട്ടുണ്ട്. രണ്ട് സൈഡ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഭാഗം ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് വേണം 1, 2, 3, 4. ഈ 4ാമത്തെ മുത്തിലാണ് നമ്മൾ കങ്കൂസ് കൊരുക്കാനുള്ളത്. 1, 2, 3, 4. 4ാമത്തേൽ കങ്കൂസ് കയറ്റി കങ്കൂസ് ഈക്വലായിട്ട് പിടിക്കണം. ഇനി നമ്മളിതിൽ 3 മുത്താണ് ഇടുന്നത്. 3 എണ്ണം. 1, 2, 3. അത് നമ്മളിനി ക്രോസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രോസ് ചെയ്തെടുത്തു. ഇനി ഈ കാണുന്ന മുത്തിൽ ഈ കങ്കൂസ് കയറ്റണം. മൂന്ന് മുത്തിട്ടു. ഇനി നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങനെ ചെയ്തു പോകണം. ഇനി ചെയ്യുന്നതിൽ 2 മുത്തിട്ടു കാണിച്ചു തരാം. രണ്ടാമത്തെ മുത്ത് ക്രോസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സൈഡിലെ കങ്കൂസ് അടുത്ത മുത്തിലോട്ട് ഇടുക. അപ്പോൾ ഇതവിടെ ടൈറ്റായിട്ടങ്ങ് ഇരുന്നോളൂ. ഇതുപോലെ ഇനി 2 മുത്ത് വെച്ച് ഇവിടം വരെ എത്തണം. നമ്മൾ ഫസ്റ്റ് 3 മുത്തിട്ടു. പിന്നെ ഈ ലെയർ മൊത്തം 2 മുത്തിട്ടു. ലാസ്റ്റ് 2 മുത്തിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെയറിൽ ഇവിടുത്തെ കങ്കൂസിൽ 1 മുത്തിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള ഈ മുത്തിൽ ഈ കങ്കൂസ് കയറ്റുക. ഈ ഒരു മുത്തിട്ട് കയറ്റി ഈ 2 സൈഡിലെ കങ്കൂസിലും ഇങ്ങനെ ഈ ഒരു സൈഡ് മുത്തിട്ട് കയറ്റി. ഇനി ചെയ്യേണ്ടത് ഇതിൽ 1 മുത്തിട്ട് ക്രോസ് ചെയ്യുക.
ഒരു മുത്തിട്ട് ക്രോസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത്, ഇനി ഈ പോർഷൻ മൊത്തം ദാ ഇവിടെ വരാം. ഈ ഫസ്റ്റ് 3 മുത്തിട്ട് തുടങ്ങി അവിടം വരാം. ഈ 2 സൈഡിൽ കാണുന്ന മുത്തിലും നമ്മൾ കങ്കൂസ് കയറ്റണം. ഈ സൈഡിലും കയറ്റണം, ഈ സൈഡിലും കയറ്റണം. ഇങ്ങനെ കയറ്റിയിട്ട് ഇനി ഇവിടം വരെ ഒരു മുത്തിട്ട് ക്രോസ് ചെയ്ത് ഇതുപോലെ രണ്ട് സൈഡിലെ മുത്തിൽ ഇടയിൽ കെട്ടി ഇതുവരെ എടുക്കണം. ക്രോസ് ചെയ്തു അടുത്ത മുത്തിൽ അതുപോലെ ഈ സൈഡിലെ മുത്തിലും ഇനി അതുപോലെ തന്നെ ഓരോ മുത്തിട്ട് ക്രോസ് ചെയ്ത് ഇവിടം വരെ എത്തിക്കണം. അത് ഇവിടെ വരെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു മുത്തിട്ട് കൊരുത്ത് ഇവിടം വരെ എത്തി. അതായത് നമ്മൾ ഫസ്റ്റ് ഇവിടെ 3 മുത്തിട്ട് കയറി ആ ഒരു മുത്തിൽ കങ്കൂസിട്ട്, പിന്നെ ഇവിടെ നിന്ന് നമ്മൾ 4ാമത്തെ മുത്ത് കൗണ്ട് ചെയ്തു. 1 2 3 4ാമത്തെ മുത്ത്. ആ 4ാമത്തെ മുത്തിൽ നമ്മൾ കയറി. ഇവിടെയും 4ാമത്തെ മുത്തിലാണ് കയറിയത്. ലാസ്റ്റ് വന്നിട്ട് അവിടെയും ഒരു മുത്തിട്ട് ക്രോസ് ചെയ്ത് നിർത്തുക. സൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് ഈ ബാലൻസ് വരുന്ന ഈ കങ്കൂസിനെ ഇങ്ങോട്ടൊക്കെ ഇട്ട് അതിനങ്ങ് തീർത്ത് ലാസ്റ്റ് വരുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇതിപ്പോൾ നമുക്ക് 4 സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബോട്ടമാണ്. ഈ ബോട്ടം എന്ന് വെച്ചാൽ ഈ സൈഡ് ഇത് ഇനി പിടിച്ചിട്ട് ഇതിൻ്റെ എഡ്ജ് നോക്കി ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കൗണ്ട് പറഞ്ഞാൽ 10 മുത്താണ്. 1 2 3 4 5 6 7 8 9 10. ഈ 10ൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു മുത്തിനകത്ത് നമ്മൾ കങ്കൂസ് കയറ്റി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇനി ചെയ്യേണ്ടത് 3 മുത്തിട്ട് കയറാം. 3 മുത്ത് 1 2 3 ക്രോസ് ചെയ്തെടുക്കാം. ക്രോസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഈ കങ്കൂസിൽ ഈ മുത്തിൽ ഇനി ഈ സൈഡ് 2 മുത്തിട്ട് എടുക്കുക. 2 മുത്തിട്ട് ഇങ്ങനെ കയറി ഇപ്പോൾ 1 2 3 4 പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇത് കാണുന്നവർക്ക് ആദ്യം മനസ്സിലാവില്ല. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു തരാം. ഈ ബാഗ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതുപോലത്തെ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗ് ചെയ്യാനായിട്ടുള്ള ഐഡിയ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആദ്യമേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഇതെങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. അത് ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുത്ത് വാങ്ങിച്ച് ഇതുപോലെ കൊരുത്ത് പഠിക്കുക. കൊരുത്ത് പഠിച്ചതിന് ശേഷം
ഇതെങ്ങനെയാണ് അതിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തണം. ഇത് ഇത്ര കൗണ്ടിൽ ഇത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളൊരിത്. അതായത് ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ മൊബൈൽ ഇരിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഷീറ്റ് പോലെ ആദ്യം ഇങ്ങനെ സ്ക്വയറിൽ ചെയ്തെടുത്തിട്ടാണ് അതിന് മടക്കി ഈ ബാഗ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ബാഗ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്കൊരു മൊബൈൽ വയ്ക്കത്തക്ക രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്ത് പഠിച്ചാലേ ഫ്രെയിമിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മുത്തും കങ്കൂസും വാങ്ങിക്കുക. ഇതൊന്ന് കെട്ടി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഐഡിയ പോയി. ഈ സൈഡിൽ കയറ്റാനുള്ള മുത്തിനെ ഞാൻ എടുത്ത് സംസാരിച്ച് ഞാൻ അതിലെടുത്ത് കയറ്റി. വീഡിയോ നല്ല ക്ലിയർ കിട്ടാത്തതെന്ന് വെച്ചാൽ അത്രയും രാത്രിയിലാണ് എടുക്കുന്നത്. രാത്രിയാകുമ്പോഴേ ഞാൻ ഫ്രീ ആവുള്ളൂ. അപ്പോഴേ മോഡുള്ളൂ എനിക്ക് വീഡിയോ പിടിച്ചു തരാനായിട്ട്. ഇപ്പോൾ സമയം 1:24. 1, 2, 3, 4. ഇതാണ് നമ്മുടെ എഡ്ജ് വരുന്നത്. ഇവിടെയാണ് ഇങ്ങനെ. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ പിടിക്കണം. ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് ഇവിടെയാണ് നമ്മുടെ എഡ്ജ് വരുന്നത്. എഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരൽ വേദന എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വിരൽ ഇവിടെ ഇന്നലെ കപ്പ പൊളിച്ചപ്പോൾ നഖത്തിൻ്റെ ഇടയിൽ കയറി. അതുകൊണ്ട് എനിക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. നല്ല വേദനയുണ്ട്. ഈ രണ്ട് ഹോളിൽ കയറ്റി ഇവിടുന്ന് ഈ 2 മുത്തിൽ കയറ്റുക. ഇത് എഡ്ജ് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യമാണ് കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 4 മുത്താണ് വരുന്നത്. അപ്പോൾ ഏത് ഭാഗത്ത് വന്നാലും 4 മുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റിപ്പോവും. പിന്നെ നമ്മൾ ഒന്നേന്ന് പൊളിച്ച് ഒന്നേന്ന് ചെയ്യണം. ഭയങ്കര പാട്, നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മൾ കുരുക്കുമ്പോഴും 4 മുത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. 4 മുത്ത്. ഇതിപ്പോൾ എഡ്ജ് ശരിയാക്കിയിട്ടുണ്ട്. ഒറ്റ മുത്തിട്ട് ഈ എഡ്ജ് വരുമ്പോൾ ഒറ്റ മുത്ത്, അതായത് ഇവിടെ 1, 2, 3, 4 മുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ കങ്കൂസ് ഈ മുത്തി കയറ്റണം. ഇത് കണ്ടോ, ഞാൻ ബോട്ടം ഇങ്ങനെ ഇത്രയും ചെയ്തു വന്നു. ഇത്രയും ചെയ്തു വന്നപ്പോൾ എനിക്കിതൊരു മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ചെയ്ത് കറക്റ്റ് വന്നു. ഈ സൈഡ് വന്നപ്പോഴത്തേക്കും 1 മുത്ത് കൂടിപ്പോയി. ഈ കോർണർ ചെയ്തപ്പം 1 മുത്ത് കൂടിപ്പോയി. ഇനി മൊത്തത്തിൽ ഈ ബോട്ടത്തിൻ്റെ ഇത്രയും ചെയ്ത മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം. ഇത്രയും മൊത്തത്തിൽ ഇനി അഴിച്ചെടുക്കണം. അതുകൊണ്ട് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് ചെയ്യണം. കോർണറൊക്കെ വരുമ്പോഴത്തേക്കും കൗണ്ട് ചെയ്ത് കൺഫേം ആക്കിയിട്ടേ അത് ചെയ്ത് പോവാവൂ. ഇല്ലെങ്കിൽ ഇത്രയും ഇരുന്ന് മെനക്കെട്ട് ചെയ്തിട്ട് വീണ്ടും അഴിച്ച് ഒന്നേന്ന് ചെയ്യേണ്ടി വരും. ഇനി ഇത് എത്ര സമയം എടുത്തിട്ടാണെന്നറിയോ ഞാനിത് ചെയ്തത്. ഇനി ഇതെല്ലാം അഴിക്കണം. കണ്ടോ ഡിഫറൻസ് കണ്ടോ? ഇവിടുന്ന് ഈ പോകുമ്പോൾ ഇവിടുത്തെ കോർണറിൽ 1 മുത്ത് കൂടിപ്പോയി. അതിൽ പറ്റിയതാണ്. ഇനി ഇത് മൊത്തം അഴിക്കണം. സൂക്ഷിച്ച് ചെയ്യണം.
ഭയങ്കര ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ്. ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് ഒരു ബാഗ് ചെയ്തെടുക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാഗ് നമ്മൾ ഏകദേശം ഇത്രത്തോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം രാത്രി 2:45 നൈറ്റിരുന്നാണ് ചെയ്യുന്നത്. ഇനി ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാഗ് ഫിനിഷാവും. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഹാൻഡിലാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ ബോട്ടം മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ബാഗ്, ഇതിൻ്റെ അകത്തെ ഇതാണ്. ഇത് നമ്മൾ കൊരുത്തെടുത്തതിൻ്റെ ബാലൻസ് കങ്കൂസാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിനകത്ത് വെച്ച് കെട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ്. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബാഗ് നമ്മൾ ഇങ്ങനെ അടയ്ക്കും. ഇതാണ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതിലൊരു ഹാൻഡിൽ പിടിപ്പിക്കണം. ഹാൻഡിൽ പിടിപ്പിക്കാനായിട്ടുള്ള എൻ്റെ മുത്ത് തീർന്നായിരുന്നു. അപ്പോൾ അതിനി വാങ്ങിച്ചിട്ട് ഹാൻഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ തന്നെ ഒരുപാട് നീണ്ടുപോയി വീഡിയോ. അടുത്തതിൽ ഞാൻ ഇട്ട് തരാം. അടുത്തതിൽ ഞാൻ ഇടുമ്പോഴത്തേക്കും മുമ്പ് ഞാനൊരു മിനിയേച്ചർ ബാഗ് കാണിച്ചില്ലേ, കാണിച്ചതിൻ്റെ അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഞാൻ വെച്ചില്ലായിരുന്നു. കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ഇതിൻ്റെ പണിയുടെ തിരക്കിലായിരുന്നു ഇത്ര നേരം. ഇത്ര നേരം ഒരു രണ്ടാഴ്ച കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയതാണ്. ഇനി ഇതിനകത്ത് തുണി ഇതിനകത്ത് വെച്ച് സാറ്റൻ തുണി വെച്ചിട്ട് ഇതിനകത്ത് വെച്ച് തയ്ച്ച് എടുക്കണം. അപ്പോൾ ഹാൻഡിൽ ഉണ്ടാക്കി ഇതിൽ അറ്റാച്ച് ചെയ്യണ സമയത്ത് ആ തുണിയും കൂടെ ഞാൻ തുണി വാങ്ങിച്ചായിരുന്നു. അകത്ത് വെക്കാനുള്ള തുണി വാങ്ങിച്ചായിരുന്നു. ഇനി ഇതിൻ്റെ അളവിന് തയ്ച്ച് ഇതിനകത്ത് വെച്ച് നമുക്ക് ഈ ഫ്രെയിമിൽ പറഞ്ഞ ഹോളിനകത്ത് കൂടെ സൂചി നൂലും വെച്ച് കൊരുത്ത് നമുക്ക് ഇതിനകത്ത് വെക്കണം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നതും കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ മുത്ത് കൊരുക്കുന്നത് എൻ്റെ ആ ഒരു എന്തെങ്കിലും കൺഫ്യൂഷൻ, നിങ്ങൾ ഇത് ചെയ്തതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഇതിൻ്റെ ഹാൻഡിൽ ചെയ്ത് തരുന്ന സമയത്ത് ഞാനത് നിങ്ങൾക്ക് നല്ലതുപോലെ കാണിച്ചു തരാം. കാരണം ആ ടൈം ആകുമ്പോൾ എൻ്റെ മോളെ എക്സാം എല്ലാം കഴിയും. അപ്പോഴും മോളും ഫ്രീ ആവും. എനിക്കിങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതും കൂടെ ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തതിൽ ഞാൻ കാണിക്കാം. ഇതിപ്പം നമ്മുടെ ബാഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ അത്രയ്ക്ക് മാത്രമുള്ള കഠിനാധ്വാനം ഉണ്ട് ഇതിൽ. അത്രയ്ക്ക് മണിക്കൂറുകൾ ഇരുന്നാണ് ഇത്രയും ഒരു ബാഗ് ഞാൻ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ, മനസ്സിലായോ ചെയ്യുന്ന രീതി? നിങ്ങൾക്ക് ഇതുപോലൊരു ബാഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്ത് പറയാം, ആത്മാർത്ഥമായി നമുക്ക് താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് അത്രയും സമയം മെനക്കെട്ടിരിക്കും എന്നുള്ളവരാൾക്ക് മാത്രമേ നമുക്ക് ഈ ബാഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ക്ഷമ അത് നമുക്ക് അങ്ങേയറ്റം വേണം ഈ ബാഗ് ചെയ്യാനായിട്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബാഗ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കണ്ടോ, കാണിച്ചു തരാം. ഈ മാല കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനത്തെ കുറേ മാല, കമ്മൽ, വള, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കതിൻ്റെ ബിസിനസ് ഉണ്ട്. കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ മോഡൽ പറയുകയാണെങ്കിൽ അത് കണക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഈ ബ്രേസ്ലെറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ബ്രേസ്ലെറ്റുകൾ ഉണ്ടാക്കാനുള്ള വീഡിയോ നിങ്ങൾക്ക് അത് പഠിക്കണം.
അത് ഉണ്ടാക്കി സ്വയം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.